യെസ്, ഷിറാസ് പറയൂ ഷിറാസ്. ഓർമ്മയുണ്ടോ? ഓർമ്മ പേര് ഉണ്ടോന്ന് ചോദിച്ചാൽ ചെറിയൊരു പേര് ഓർമ്മ. കണ്ടിട്ടുണ്ടല്ലോ. ഈ അടുത്തത് അതെ, ഏതോ ഒരു അടുത്ത ദിവസം ഇങ്ങോട്ട് ലൈവില് വന്നാണ് ഷിറാസ് അല്ലേ? ഹലോ, യാ ആ ആ ആ അതെ അതെ, പറയൂ പറയൂ. 2 ആഴ്ച മുമ്പ് സംസാരിച്ചായിരുന്നു. മനസ്സിലായി. നമ്മുടെ എന്റെ കമ്മ്യൂണിസ്റ്റ്, അമ്മോ. യെസ് കമ്മ്യൂണിസ്റ്റ്. യാ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒന്നല്ല, വീഡിയോ വന്നില്ലേ? എല്ലാമായിരുന്നു. അതെ അതെ, ഒരു സെക്കൻഡ്. കമ്മ്യൂണിസ്റ്റുകാരുടെ വീഡിയോ വന്നില്ലല്ലോ. പറയൂ, എന്താണ് വർത്താനം? ഈ ഇസ്ലാം മതത്തിനെ ഒരു പേപ്പട്ടി മതം എന്നാണല്ലോ വിളിക്കുന്നത്. ആ അല്ലേ? ഇത് ആരിഫ് ഹുസൈൻ വിളിക്കുന്നത്. ഉം. അപ്പം എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഇസ്ലാം വിശ്വാസികളെല്ലാം പേപ്പട്ടികളായിട്ട് മാറുവാണല്ലോ. അതെ, അപ്പം അപ്പൊ അങ്ങനെ വരുമ്പോ പേപ്പട്ടികൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പേ പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്, പേ പിടിക്കാതെ നോക്കാന്നുള്ളതല്ലേ? അല്ല, അപ്പം ഇസ്ലാം വിശ്വാസികളെല്ലാം പേപ്പട്ടികളാണെന്നുള്ളൊരു അർത്ഥം വരുന്നില്ല. അങ്ങനെ എവിടെ വന്ന്? ഇസ്ലാം ഒരു പേപ്പട്ടി മതമാണ്. ആ പേപ്പട്ടി മതത്തെ നമ്മൾ സൂക്ഷിക്കണം, അത് മുസ്ലിങ്ങൾ സൂക്ഷിക്കണം, ഇതല്ലേ നമ്മൾ പറയണേ? പേ പിടിക്കാതെ നോക്കുക. പേപ്പട്ടി മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാര്, പേപ്പട്ടി മതത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ 100% വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിന്റെ പേര് പറയും. അല്ല, പക്ഷെ പേപ്പട്ടി മതം എന്ന് പറയുമ്പോൾ നാച്ചുറലി അതിൽ വിശ്വസിക്കുന്ന ആൾക്കാരെല്ലാം പേപ്പട്ടികളായി മാറുമല്ലോ. കൂടുതൽ വിശ്വസിച്ചാൽ പേപ്പട്ടി കടിച്ച അവസ്ഥയാണ് ഉണ്ടാവുക. അല്ല, അങ്ങനെ വരുമ്പോ അതിന് എത്രമാത്രം എടുക്കുന്നോ അത്രമാത്രം പേ നിങ്ങൾക്ക് ഉണ്ടാവും. അതാണ്, പേ കൂടിയാൽ പ്രശ്നമാണ്, പേ പിടിച്ചാൽ പ്രശ്നമാണ്. അതല്ല നമ്മൾ പറയുന്നത്. പേപ്പട്ടികൾ എന്ത് ചെയ്യണം എന്നുള്ള സംഭവം കൂടെ അതിനകത്ത്. പേപ്പട്ടികൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? പേ പിടിച്ചാൽ എന്ത് ചെയ്യും? തീവ്രവാദികൾ നമ്മൾ എന്ത് ചെയ്യണം? അല്ല, അപ്പൊ അതാ പറയുന്നത്. അപ്പൊ ഇത്രയും വരുന്ന വിശ്വാസികളായിട്ടുള്ള മനുഷ്യര്, വിശ്വാസികളെ കാര്യമല്ലല്ലോ നമ്മൾ ചോദിച്ചത്. പേ പിടിച്ച മുസ്ലിങ്ങൾ, അതായത് തീവ്രവാദികൾ, അവരെ നമ്മൾ എന്ത് ചെയ്യണം? അല്ല, ഞാൻ പറയുന്നത് ഇസ്ലാം മതത്തിന് പേപ്പട്ടി മതം എന്ന് ആരിഫ് ഹുസൈൻ പറയുന്നു. അതെ, അതിൽ വിശ്വസിക്കുന്ന ജനങ്ങളെല്ലാം പേപ്പട്ടികളായി മാറുവാണ്. അങ്ങനെയല്ലല്ലോ നമ്മൾ പറഞ്ഞത്. ഇസ്ലാം ഒരു പേപ്പട്ടി മതമാണ് പറയുന്നത്. നിങ്ങൾ അങ്ങനെ അർത്ഥം കൊണ്ടുകൊണ്ട് അത് അതിൻ്റെ കാര്യമില്ല. അത് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകും, അത് നമ്മുടെ പ്രശ്നമല്ല. ഞാൻ എന്താ പറയണമെന്ന് എനിക്കറിയാലോ, ഞാൻ എന്താ പറയണമെന്ന് എനിക്കല്ലേ അറിയുള്ളൂ. നിങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്തോളൂ, അത് എൻ്റെ പ്രശ്നമല്ലല്ലോ, അത് നിങ്ങളുടെ പ്രശ്നമല്ലേ. നിങ്ങൾ നിങ്ങളുടെ തലയിലിരിക്കുന്ന വോക്ക് തരം വെളുപ്പിക്കാൻ പാകത്തിനുള്ള സാധനം ആ രീതിയിൽ നിങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിന് ഞാൻ എന്ത് പഴിച്ചു? അത് നിങ്ങളുടെ കുഴപ്പമില്ലേ? വോക്ക് തരം, വോക്ക് ഉണ്ണാക്കത്തരം എന്ന് നമ്മൾ പറയും, കേട്ടില്ലേ? ഈ ടു മച്ച് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, അതിൻ്റെ കുഴപ്പമാണത്. അതിൻ്റെ മേലെ സമയം കളയാൻ നമുക്കില്ല. പുതിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. നമ്മൾ ക്ലിയർ ആണ് പറഞ്ഞത്, ഒന്നുകൂടി വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇസ്ലാം മതം എന്ന് പറയുന്നത്, നാസിസം എന്ന് പറയുന്നത് ഒരു പേപ്പട്ടി ആശയമാണ്. ഓക്കെ, ആ ആശയം ഇവിടെ ഉണ്ട്. അത് വിശ്വാസികൾ അതെടുത്ത് അത് ഇറക്കാൻ നോക്കി കഴിയുമ്പോൾ അത് പ്രശ്നമാവും. അത് എത്രമാത്രം ആ ആശയം അവരുടെ തലയിലേക്ക് കടക്കുന്നോ അത്രമാത്രം അവർ സമൂഹത്തിന് കുഴപ്പമുണ്ടാക്കുന്ന ആളുകളായിട്ട് മാറും. അങ്ങനെ കുഴപ്പമുണ്ടാക്കുന്ന വിശ്വാസികളെ നമ്മൾ വിളിക്കുന്നു തീവ്രവാദികൾ, ഇസ്ലാമിസ്റ്റുകൾ എന്നൊക്കെ നമ്മൾ വിളിക്കും. അവരെന്ത് ചെയ്യണം? നമ്മൾ മുസ്ലിങ്ങളെ ആദ്യം ചെയ്യേണ്ടത് അവർ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ആരാണ് ഈ പേപ്പട്ടി മതത്വം കൊണ്ടു നടക്കുന്ന ആളുകൾ? അതെന്ന് പറഞ്ഞാൽ ഈ തീവ്ര ആശയം കൊണ്ട് നടക്കും. ഇപ്പോൾ പെഹൽഗാമിൽ അറ്റാക്ക് നടത്താൻ വേണ്ടിയിട്ട് അവിടെ വന്ന് ഈ കലിമ ചോദിച്ച് മുണ്ടുപൊക്കി അവിടെ തല വെട്ടാനും വെടിവെക്കാനും വരുന്ന ആളുകൾ, അതാണ് പേപ്പട്ടി മതത്വം. ആ വിശ്വാസികളാണ് പേപ്പട്ടി മതം കൊണ്ടു നടക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറയുന്നത്. ഐസിസ് ആണ് യഥാർത്ഥ പേപ്പട്ടി മതക്കാർ. താലിബാനാണ് യഥാർത്ഥ പേപ്പട്ടി മതക്കാർ, പേപ്പട്ടി മതത്വം ബാധിച്ച ആളുകൾ. അതേപോലെ ഹമാസ് അസലായിട്ട് ഈ പറയുന്ന പേപ്പട്ടി മതം കൊണ്ടു നടക്കുന്ന ആളുകളാണ്. ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് വന്ന് വിസ്ഡം ഉണ്ണാക്കന്മാർ ഈ പേപ്പട്ടി മതം കൊണ്ടു നടക്കുന്ന ആളുകളാണ്. അത് അതേപോലെ ഇപ്പോൾ മറ കെട്ടാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു. അപ്പോൾ ഈ സാധനം ഓരോ വിശ്വാസിയിലേക്കും കടന്നു ചെന്ന് അത് അവരെ കൂടുതൽ പേപ്പട്ടിയുടെ സ്വഭാവമാകുന്ന രീതിയിലേക്ക് കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ അത് സമൂഹത്തിന് പറയുന്നത് മുഴുവൻ കേൾക്കും. തിരിച്ചറിയാൻ വലിയ പാടാണ്. അതിനെയാണ് നമ്മൾ പറയുന്നത്. അത് എളുപ്പമല്ല. അവർ പൊട്ടിത്തെറിക്കുമ്പോഴോ അവർ കുഴപ്പം ഉണ്ടാക്കുമ്പോഴോ പറയുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. അതെല്ലാ ആശയത്തിലും അങ്ങനെ തന്നെയല്ലേ. അവർ തക്കിയകൾ, പിന്നെ ഇസ്ലാമിൻ്റെ കുഴപ്പം എന്താണ്? തക്കിയ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തക്കിയ എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? തക്കിയ എന്താണെന്ന് അറിയോ? തക്കിയ അറിയണം. അപ്പോൾ അത് പഠിക്കണ്ടേ? തക്കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, ഒരു അടവ് നയം എന്ന് നിങ്ങളുടെ ഭാഷ വേണമെങ്കിൽ പറയും, കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷയിൽ. എന്താണ് അടവ് നയം? അതായത് ഇപ്പോൾ ജനാധിപത്യം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ പേപ്പട്ടി മതത്തിൻ്റെ കാഴ്ചപ്പാടിൽ അത് ഹറാമാണ്. അത് നിങ്ങൾക്കറിയോ? അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇത്
ഈ പേപ്പട്ടി മതത്തെ കൊണ്ടു നടക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? അവർ താൽക്കാലികമായിട്ട് അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ജനാധിപത്യം ഓക്കെ ആണെന്ന് പറയും, എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നിൽക്കും. എന്നിട്ട് അവരുടെ കയ്യിലേക്ക് ഈ ജനാധിപത്യത്തിൻ്റെ സംഗതികൾ വന്നു കഴിയുമ്പോൾ അവർ ഈ ജനാധിപത്യത്തെ കുഴിച്ചു മൂടും. ഇതിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? താൽക്കാലികമായിട്ട് അവരുടെ ആ പേപ്പട്ടി മതത്വം അവർ ഒളിപ്പിച്ചു വെക്കും. ഇതാണ് ഈ ഡിസെപ്ഷൻ, ഈ സ്ക്രിപ്ചറൽ ആയിട്ടുള്ള പ്രൊമോട്ടഡ് ആയിട്ടുള്ള സപ്പോർട്ടഡ് ആയിട്ടുള്ള ഈ ഡിസെപ്ഷന്റെ പേരാണ് തക്കിയ. ഇത് നിങ്ങൾക്ക് അറിയോ? അപ്പൊ അത് അറിയണ്ടേ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളിത് എങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന ഒരു കാര്യം ഇതാണ്. കാരണം ഇത് അറിയുന്ന ആളുകൾ ഇത് വളരെ നോർമൽ ആയിട്ടുള്ള മോഡറേറ്റ് മുസ്ലിം എന്നുള്ള രീതിയിൽ ആ ഒരു മുഖംമൂടി അണിഞ്ഞിട്ടാണ് ഇവിടെ നടക്കുക. അവർ കൊണ്ടു നടക്കുന്നത് ഈ തക്കിയാണ്. അത് കണ്ടുപിടിക്കാൻ പാടാണ്. അതിനാണ് ഇതിന്റെ പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് കൂടുതൽ കുഴപ്പമുള്ള പേപ്പട്ടി മതം ആണ് എന്ന് നമ്മൾ പറയുന്നത്. അതൊക്കെ ഞാൻ പറയുന്നത്. മറ്റൊരു കാര്യം, ആരിഫ് ഹുസൈന്റെ വാദവും RSSന്റെ വാദവും RSSന്റെ വാദത്തിൽ തക്കിയുണ്ടോ? തക്കിയ മീൻസ് തക്കിയ എന്ന് പറയുന്നത് കടവ് നയം. ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തു തന്ന സാധനം. അല്ല, ആരിഫ് ഹുസൈന്റെ വാദവും RSSന്റെ വാദവും ഒന്നാണ്. RSSന്റെ ഡോക്ടറിനിൽ എവിടെയാണ് തക്കിയ ഉള്ളത്? തക്കിയക്ക് സമാനമായ ഒരു സാധനം RSSന്റെ കയ്യിൽ ഏതാ ഉള്ളത്? തക്കിയ എനിക്ക് മനസ്സിലായില്ല. അപ്പൊ അത് പോയി പഠിക്കൂ. അതല്ലേ പോയി പറഞ്ഞു തന്നത്. നിങ്ങള് ഫ്രീ സ്പീച്ച് എന്ന് പറഞ്ഞ എന്നെ അങ്ങനെ നിങ്ങൾ പറഞ്ഞു. എന്റെ പഠിക്കാൻ പറയുന്നത് ഫ്രീ സ്പീച്ച് അല്ല എന്നാണോ പറയുന്നത്? നിങ്ങള് ഈ സാധനം അറിയാതെ ഈ സാധനത്തിന് വെളുപ്പിക്കാൻ വേണ്ടി വരുന്നത് എങ്ങനെയാ ശരിയാവുക? അങ്ങനല്ല, ആരിഫ് ഹുസൈന്റെ വാദവും RSSന്റെ വാദവും ഒന്നാവുന്ന എവിടെയെന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞുതരൂ. ആരിഫ് ഹുസൈൻ മുസ്ലിംസ് ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് RSS കാണുന്നില്ല. ആരിഫ് ഹുസൈൻ കാണുന്നുണ്ടോ? RSS എവിടെ അങ്ങനെ ഇന്ത്യൻ മുസ്ലിങ്ങളൊന്നും ഇന്ത്യൻ സിറ്റിസൺസ് അല്ല എന്ന് പറയുന്നത്? എവിടെ? അവരുടെ ആശയത്തിൽ അങ്ങനെയാണ്. എവിടെയാണ് അത് പറയുന്നത്? എവിടെ? ഇന്ത്യൻ പൗരത്വം RSS ഡിഫൈൻ ചെയ്തിരിക്കുന്നതിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും അവര് ഇന്ത്യൻ സിറ്റിസൺ ആയിട്ട് കണക്കാക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ആരിഫ് ഹുസൈൻ അറിയോ? അങ്ങനെ എവിടെ എഴുതി വെച്ചിരിക്കുന്നത്? അവരുടെ ഇന്ത്യൻ എവിടെയാന്ന് പറയൂ. അവരുടെ ആശയത്തിൽ അവരുടെ RSSന്റെ കോർ ഐഡിയോളജി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ RSSകാരല്ലേ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തേ മുസ്ലിങ്ങളെ ഒന്നും പുറത്താക്കാതെ, ഹിന്ദുക്കൾ ഈ ക്രിസ്ത്യാനികളെ പുറത്താക്കാത്ത എന്താ? എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ പുറത്താക്കുന്നില്ല? ഐഡിയോളജിയിൽ പറയുന്നത്. പക്ഷെ ഇസ്ലാം അങ്ങനെയല്ലല്ലോ. ഇസ്ലാം അങ്ങനെ ഭരണത്തിൽ വന്ന സ്ഥലത്ത് അവരെ പുറത്താക്കിയിട്ടുണ്ട്. ഈ ജൂതന്മാരായിട്ടുള്ള ആളുകളെ അറേബ്യൻ പെനിൻസുലയിൽ നിന്ന് പുറത്താക്കുമെന്ന് ഹദീസിലും ഉണ്ട്. അത് പുറത്താക്കിയിട്ടുണ്ട്. പാക്ട് ഓഫ് ഉമർ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് അത് നടപ്പിലാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയോ? എവിടെയാണ് RSS അങ്ങനെ ചെയ്തതിന്റെ ഒരു ഉദാഹരണം പറയും? ഈ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരെയും മുഴുവൻ പുറത്താക്കിയതിന്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾ പറയും. ഫ്രീ സ്പീച്ച് അതൊക്കെ അവിടെ മാറ്റി വെക്കും. ചോദിച്ചതിനുണ്ടി ഉത്തരം ഉണ്ടെങ്കിൽ പറയും. നിങ്ങൾ ഉപദേശം ആഞ്ചാതി സാധനം ഒന്നും ഇവിടെ എടുക്കണ്ട. ചോദിക്കുന്നതിന് ഉത്തരം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ചോദിക്കുന്നതിന് ഉത്തരം ഉണ്ടെങ്കിൽ പറയാം. നിങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരം ഉണ്ടെങ്കിൽ പറയൂ. നിങ്ങൾ പറയുന്നതിന് തിരിച്ചുള്ള ചോദ്യം വരും. അതിന് ഉത്തരം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ. ഫ്രീ സ്പീച്ച് ഒക്കെ അവിടെ മാറ്റി വെക്കുക. അതുകൊണ്ടാണല്ലോ ഇപ്പൊ നിങ്ങൾ ഇവിടെ വീണ്ടും വിളിച്ചുകൂടി ഇരുത്തിയിരിക്കുന്നത്. നിങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരം ഉണ്ടെങ്കിൽ പറയാം. നിങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരം പറയൂ. അതായത് RSS മുസ്ലിങ്ങളെ പുറത്താക്കിയത്, RSS ക്രിസ്ത്യാനികളെ പുറത്താക്കിയത്, RSS ഈ കമ്മ്യൂണിസ്റ്റുകാരെ പുറത്താക്കിയതിന് നിങ്ങളൊരു ഉദാഹരണം പറയാം. എന്നാൽ ഞാൻ ഇവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മുസ്ലിങ്ങൾ ഈ പറയുന്ന, നിങ്ങൾ കേൾക്കൂ, മുസ്ലിങ്ങൾ ഈ പറയുന്ന ഭരണത്തിൽ ഏറി കഴിഞ്ഞപ്പോൾ അവിടെ ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും പുറത്താക്കിയതിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. അതിന് അവർ എഴുതി വെച്ചിരുന്ന ഡോക്ടറിന്റെ പേര് ഞാൻ പറഞ്ഞു. അതിനവർ ഉപയോഗിച്ച ഖുർആനിലെ വചനം ഞാൻ പറയുന്നു. അവര് അതിന് ഉപയോഗിച്ച ഈ ഹദീസ് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾ സംഘി ഈ പറയുന്ന RSS ചെയ്തതിന് ഒരു ഉദാഹരണം നിങ്ങൾ പറയൂ. ഒരു ഉദാഹരണം പറയൂ. നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയൂ. ഫ്രീ സ്പീച്ചും മണ്ണാങ്കട്ടൊക്കെ അവിടെ മാറ്റി വെക്കൂ. ഫ്രീ സ്പീച്ചും മണ്ണാങ്കട്ടൊക്കെ നിങ്ങൾ ഉപദേശം ആ പറയുന്ന സാധനം ഒന്നും ഇവിടെ എടുക്കണ്ട. നിങ്ങൾ ആദ്യം ചോദിച്ചതിന് ഉത്തരം പറയും. RSSന്റെ ആശയമാണ്. അതാവുന്ന എങ്ങനെയെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെല്ലാം പൊട്ടൻഷ്യൽ ജിഹാദികളാണെന്ന് പറയുമ്പോൾ അവർ ഇന്ത്യയിലെ സിറ്റിസൺ ആവാൻ പോലും അവർക്ക് ഇതില്ലാന്ന് പറയുന്ന RSSന്റെ വാദമാണത്. അവർ ഏത് നിമിഷം വേണോ രാജ്യത്തിനെതിരെ തിരിയാൻ തക്ക സ്വഭാവവും ഉള്ള ഒരു വിഭാഗം ജനങ്ങളാണ് എന്നുള്ളതിന്റെ ഒരു അടിവരയിടുന്ന സാധനം ആരിഫ് ഹുസൈൻ പറയുന്നത്. അംബേദ്കർ എന്താ പറഞ്ഞത്? അംബേദ്കർ RSSകാരനാണോ? ഇവിടുത്തെ അംബേദ്കർ RSSകാരനാണോ? പറയുന്നതിന്റെ അംബേദ്കർ RSSകാരനാണോ? പറയുന്നത് ഓരോ മനുഷ്യരും ഇപ്പൊ ഈ പറയുന്ന എന്താണ്, ഇപ്പൊ അബ്ദുൽ കലാമിനെ വരെ സംശയത്തോടെ കാണണമെന്ന് പറയുന്ന RSSകാരുടെ കൂട്ടത്തിലാണ് ആരിഫ് ഹുസൈൻ. അതേ സ്റ്റാൻഡിനാണ് ആരിഫ് ഹുസൈൻ സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യം ചോദിച്ചതിനുണ്ട് ഉത്തരം പറയും. ഇത് വെറുതെ ഈ വിഷി വാഷി സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും ഇവിടെ എടുക്കില്ല. ഓക്കെ, നിങ്ങൾ വിഷി വാഷി സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും നമ്മളിവിടെ എടുക്കില്ല. ഞാൻ ചോദിച്ചു അംബേദ്കർ എന്താ പറഞ്ഞത് മുസ്ലിങ്ങളെ കുറിച്ചിട്ട്? നിങ്ങളുടെ വാദം അംബേദ്കർ മുസ്ലിങ്ങളെ കുറിച്ച് എന്താ പറഞ്ഞത്?
മുസ്ലിങ്ങളെ കുറിച്ച് എന്താ പറഞ്ഞത്? നിങ്ങൾ പറയൂ, നിങ്ങളുടെ അറിവ് ഷെയർ ചെയ്യൂ, നോക്കാം. നിങ്ങൾ പറയൂ, എന്താ പറഞ്ഞതെന്ന് പറയൂ. RS കാരൻ ആണോ അംബേദ്കർ? അത് പറയൂ. നിങ്ങൾ ഇന്ത്യൻ മുസ്ലിംസ് ഇന്ത്യൻ അംബേദ്കർ RS കാരനാണോ? അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ മുസ്ലിംസ് ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് കരുതുന്നുണ്ടോ? അംബേദ്കർ RS കാരനാണോ അല്ലേ? ആരിഫ് ഹുസൈൻ എന്നുള്ള വ്യക്തി നിങ്ങൾ അതൊക്കെ അവിടെ വെക്കൂ, ചോദിച്ചതിന് ഉത്തരം പറയൂ. സിറ്റിസൺ ആണെന്ന് കരുതുന്നുണ്ടോ? അതായത് അംബേദ്കർ RS കാരനായിരുന്നോ അല്ലേ? RSSന്റെ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ സിറ്റിസൺ അംബേദ്കർ RS കാരനാണോ അല്ലേ? അത് ചോദിച്ചതിന് ഉത്തരം പറയൂ. മറുപടി പറയൂ. നിങ്ങൾ എന്താണ് ഞാൻ നിങ്ങളോട് ചോദിച്ചതൊന്നും നിങ്ങൾ ഉത്തരം പറയില്ലല്ലോ. നിങ്ങൾ വെറുതെ ഇങ്ങനെ കമ്പാരിസൺ ഉണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യം. ഞാൻ തെളിവടക്കാ പറയുന്നത്. ഖുർആനിൽ പറയുന്നു ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഈ പറയുന്ന മറ്റ് ബഹുദ ദൈവ ആരാധകരെ മുഴുവൻ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലാൻ പറയുന്നു. RS കാർ എവിടെയാണത് പറയുന്നത്? പറയൂ. ഞാൻ മതത്തിനകത്തുള്ള കാര്യമല്ല സംസാരിക്കുന്നത് പറയുന്നത്. ഞാൻ പിന്നെ RSSും ഇതും ഒന്നാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നിങ്ങളുടെ വാദം എല്ലാ മുസ്ലിങ്ങളും പൊട്ടൻഷ്യൽ ജിഹാദികളാണ്. ഞാൻ എന്റെ വാദമല്ല പറയുന്നത്, ഈ പറയുന്ന ഇസ്ലാമിലെ വാദമാണ് ഞാൻ പറയുന്നത്. അല്ല, നിങ്ങൾ പറയുന്ന അനുസരിച്ചിട്ടാണെങ്കിൽ ഇവിടുത്തെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ഒരു മനുഷ്യരും എല്ലാവരെയും സംശയത്തോടെ കാണണം. അവര് പോലീസിൽ വന്നാലും പട്ടാളത്തിൽ വന്നാലും രാജ്യത്തിന്റെ മറ്റേ ലീഡർഷിപ്പിൽ വന്നാലും അവരെ എല്ലാം സംശയത്തോടെ കാണണമെന്നാണ് ആരിഫ് ഹുസൈൻ പറയുന്നത്. നിങ്ങൾ അപകടമാണ്. അത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതാണ്. അതുകൊണ്ട് നിങ്ങൾക്കത് ദഹിക്കാൻ കഴിയാത്ത എന്റെ കുഴപ്പമാവുന്നത് എങ്ങനെയാണ്? അല്ലല്ല, ഞാൻ പറയുന്ന മതത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഇസ്ലാം അതാണ് പഠിപ്പിക്കണമെന്നേ. ഒരു ഇസ്ലാം അതാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാം ഒരു പേപ്പട്ടി മതമാകുന്നത്. ആ പേപ്പട്ടി മതം മുസ്ലിങ്ങൾ എത്രമാത്രം കൊണ്ടു നടക്കുന്നു അത്രമാത്രം അപകടമായി മാറും. അതൊരു സംശയമില്ല. അത് ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്ന വാദം തന്നെയാണ്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. തല്ലിക്കൊല്ലണം വേണ്ടി പേപ്പട്ടിയായി അവിടെ ഒരു തീവ്രവാദി ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് നിങ്ങൾ പറയൂ. ഇതൊന്ന് വായിച്ചേ, ഇതൊന്ന് വായിക്കേ, ഉറക്കെ വായിക്കൂ. നിങ്ങൾ വായിക്കൂ. ഇതൊക്കെ നമ്മൾ കുറെ വായിച്ചിട്ടുള്ള. നിങ്ങൾ ഇത് വായിക്കോ, ഉറക്കെ വായിക്കൂ. നിങ്ങൾ വായിക്കൂ പ്ലീസ്. ഫ്രീ സ്പീച്ച്. നിങ്ങൾ ഉറക്കെ വായിക്കും. അംബേദ്കർ പറഞ്ഞത് നിങ്ങൾ വായിക്കും. അംബേദ്കർ എന്താ പറഞ്ഞത് വായിക്കൂ. അംബേദ്കർ പറഞ്ഞത് നിങ്ങൾ വായിക്കൂ. അതായത് അതിന്റെ താഴെ എഴുതിയിട്ടുണ്ടല്ലോ, അത് വായിച്ചാ പോരെ? എവിടെ? അത് വായിക്കും. അതിന്റെ താഴെ എഴുതിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് വായിച്ചാ പോരെ? അത് വായിക്കുന്നേ. നിങ്ങൾ സൗകര്യം വായിക്കൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് സൗകര്യം ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സംസാരിക്കാനില്ല. അംബേദ്കർ RS കാരനാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി. RS കാരനാണോ? നിങ്ങൾ ഈ വായിക്കൂ. അതിലെന്താ എഴുതിയിരിക്കണെന്ന് വായിക്കൂ. നിങ്ങൾ ആ വായിക്കൂ. അത് സൗകര്യം വായിക്കും. ഞാനൊരു 10 വരെ എണ്ണും. നിങ്ങൾക്ക് സൗകര്യം വായിക്കാം. 10, 9 ഉറക്കെ വായിക്കൂ, നമ്മളും കേൾക്കട്ടെ. 10, 9, 8 നമ്മൾ കേൾക്കുന്നില്ല കേട്ടോ, നിങ്ങൾ വായിക്കുന്നില്ല. ഉറക്കെ വായിക്കൂ. According to the Muslim canon law, the world is divided into two camps. Darul Islam കാണിക്കോ സ്പെക്സ് വയ്ക്കണം. സ്പെക്സ് വെച്ചോളൂ, ഞാൻ വെയിറ്റ് ചെയ്തോളാം. നിങ്ങൾ സ്പെക്സ് എടുത്തിട്ട് വരൂ. A country is Darul Islam when it is ruled by Muslims. A country is Darul Harb when Muslims only reside in it, but are not rules of it. That being the canon law of the Muslims. India cannot be the common motherland of the Hindus and the Muslims. It can be the land of the Muslims, but it cannot be the land of the Hindus and the Muslims living as equals. Further, it can be the land of the Muslims only when it is governed by the Muslims. The moment the land becomes subject to the authority of non-Muslim power, it ceases to be the land of the Muslims. Okay. ഈ പറഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കത് ക്ലിയർ ആയില്ല. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ലേ? എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാത്തതുകൊണ്ടാണ് ആരിഫ് പറഞ്ഞു. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഇനി ഇതേപോലെ അംബേദ്കർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു മുസ്ലിമിന്റെ മുന്നിൽ രാജ്യ താല്പര്യങ്ങളും മതവും വന്നാൽ മുസ്ലിം ഏത് തിരഞ്ഞെടുക്കുമെന്നാണ് അംബേദ്കർ പറഞ്ഞത്? അംബേദ്കർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. അത് ഏത് എടുക്കുന്ന പറഞ്ഞേ? അല്ല, ഫസ്റ്റ് ഓഫ് ഓൾ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. അത് ഏത് എടുക്കുന്ന പറഞ്ഞത്? ഈ ഒരു പ്രസന്റേഷനിൽ എനിക്കറിയില്ല, നോക്കണം. ഏതെടുക്കുന്നതാണ് അംബേദ്കർ പറഞ്ഞത്? നിങ്ങൾ അംബേദ്കറിനെ വായിച്ചിട്ടില്ല? അപ്പോ ഇല്ല, വായിച്ചിട്ടില്ല. പക്ഷെ ആരിഫ് ഹുസൈൻ അപ്പൊ നിങ്ങൾക്ക് തക്കി എന്താണെന്ന് അറിയില്ല, ഇസ്ലാം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല, അംബേദ്കർ എന്താ പറഞ്ഞതെന്ന് അറിയില്ല. എന്നിട്ട് നിങ്ങൾ RSS മാത്രം പറഞ്ഞത് കേട്ടിട്ട് വരുമ്പോ RSS പറഞ്ഞതും അംബേദ്കർ പറയാത്തതുമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ പറയൂ. ആരിഫ് ഹുസൈൻ പറഞ്ഞത് RSS പറഞ്ഞത് ഒന്നാണ്, RSS പറഞ്ഞത് അംബേദ്കർ പറഞ്ഞത് ഒന്നാണ്.
അല്ല ആരിഫ് ഹുസൈൻ പറഞ്ഞ സ്ഥാപിക്കാൻ പോണതാണ്. അതാ പറഞ്ഞത്. അപ്പൊ അംബേദ്കർ പറഞ്ഞത് RSS പറഞ്ഞത് ഒന്ന്, ഞാനും അത് തന്നെ പറയുന്നു. അപ്പൊ അതുകൊണ്ട് അംബേദ്കറും ഞാനും ഒക്കെ RSS ആവും, അങ്ങനെയാണോ? ആരിഫ് ഹുസൈന്റെ വാദം എന്ന് പറഞ്ഞാൽ മുസ്ലിംസ് എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ പാടില്ല എന്നുള്ള RSS അങ്ങനെ എവിടെ നമ്മൾ പറഞ്ഞത്? RSS എവിടെ പറഞ്ഞത്? അത് നിങ്ങൾ എവിടെയെന്ന് പറയൂ. അല്ല ആരിഫ് ഹുസൈൻ ഇപ്പൊ അതല്ലേ പറഞ്ഞത്, അത് സ്ഥാപിക്കാൻ എവിടെ പറഞ്ഞു? അതല്ലല്ലോ നമ്മൾ പറഞ്ഞത്. RSS എവിടെ അങ്ങനെ പറഞ്ഞെന്ന് ഞാൻ ചോദിച്ചു, നിങ്ങൾ അതിന് ഉത്തരം പറഞ്ഞില്ല. എന്തുകൊണ്ട് RSS ഇത്രയും നാള് BJP ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നിട്ട് എന്തുകൊണ്ട് മുസ്ലിങ്ങൾ പുറത്താക്കുന്നില്ല എന്ന് ചോദിച്ചു, അതിന് നിങ്ങൾക്ക് ഉത്തരവില്ല. എന്നാൽ ഞാൻ പറയുന്നു, ഇവിടെ മുസ്ലിങ്ങളാണ് ഈ പറയുന്ന ഈ BJP വന്നതുപോലെ ഇവിടെ ഒരു SDPI ആണ് ഭരണത്തിൽ വന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നുള്ളത് അവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് കത്തിച്ചിട്ട് അവിടെ ശരിയായ ഭരണം കൊണ്ടുവരും എന്ന് പോപ്പുലർ ഫ്രണ്ടുകാർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോഴോ? അപ്പൊ ആരിഫ് ഹുസൈന്റെ രാഷ്ട്രീയം ക്ലിയർ ആയില്ലേ? നിങ്ങൾ എന്താണ് പറയുന്നത് RSS എവിടെ എഴുതി വെച്ചെന്ന് പറയൂ, അതാ ഞാൻ ചോദിക്കണേ. ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് RSS ഇത്രയും നാളും ഭരിച്ചിട്ട് എന്തുകൊണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് കത്തിച്ച് കളയുന്നില്ല, അതാ ഞാൻ ചോദിക്കുന്നത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് RSS രാഷ്ട്രീയമാണ്. RSSന്റെ രാഷ്ട്രീയമാണോ എന്നൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, RSS ഇവിടെ ഭരണം കയ്യിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അവർക്ക് ബഹുഭൂരിപക്ഷവും കിട്ടിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് അവർ ഈ പറയുന്ന മനുസ്മൃതി നടപ്പിലാക്കുന്നില്ല? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പറയുന്നത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന വാദം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ഏത് നിമിഷം വേണോ രാജ്യത്തിനെതിരെ തിരിയും എന്ന് തന്നെയാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. അത് തിരിയും എന്ന് തന്നെയാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഡോക്യുമെന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോ പോപ്പുലർ ഫ്രണ്ടിന്റെ ഡോക്യുമെന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാനും ഇത്രേ ഉദ്ദേശിച്ചുള്ളൂ. നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന്റെ ഡോക്യുമെന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പോപ്പുലർ ഫ്രണ്ടിന്റെ ഡോക്യുമെന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലേ? പോപ്പുലർ ഫ്രണ്ടിന്റെ ഡോക്യുമെന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലേ? കാണണം എന്നുള്ളത് കണ്ടിട്ടുണ്ടോ? മിഷൻ 2047 ഡോക്യുമെന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു ഉന്നത സ്ഥാനത്ത് എത്തിയാലും മിഷൻ 2047 ഡോക്യുമെന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ അതെന്താ പഠിക്കേണ്ട ആവശ്യം? അപ്പൊ നിങ്ങൾക്ക് RSSനെ കുറിച്ച് മാത്രം പഠിച്ചാൽ മതി. പോപ്പുലർ ഫ്രണ്ട് എന്താ ചെയ്തു വെക്കണെന്ന് നിങ്ങൾ പഠിക്കണ്ട. അത് നിങ്ങൾ നിങ്ങളെ പാർട്ടി ക്ലാസ്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. അത് നിങ്ങൾ പാർട്ടി ക്ലാസ്സിൽ പറഞ്ഞാൽ മതി. ഇതേ പോപ്പുലർ ഫ്രണ്ടിന്റെ മിഷൻ 2047 ഡോക്യുമെന്റ് ഇത് നിങ്ങൾ വായിക്കും. നിങ്ങൾ പോപ്പുലർ ഫ്രണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശരിയാവുക? നമ്മൾ കൃത്യമായിട്ട് പറയുന്നു, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം അത് ഇന്ത്യയെ ഇസ്ലാമികവൽക്കരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കേൾക്കൂ, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കുക. ഓക്കെ, ഇന്ത്യ എന്ന് പറയുന്നത് നമുക്കിതിങ്ങനെ നീട്ടിക്കൊണ്ട് പോലെ കഴിഞ്ഞ ആഴ്ച തന്നെ മണിക്കൂറുകൾ നിങ്ങൾ ഇതുപോലെ സമയം കളഞ്ഞാണ്. നിങ്ങൾ ഈ പറയുന്ന സാധനങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് തയ്യാറാണ്. നിങ്ങൾക്ക് ഇസ്ലാം എന്താണെന്ന് അറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഈ പറയുന്ന അംബേദ്കർ ഇതിനെക്കുറിച്ച് എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് അറിയില്ല, പോയി. അതേപോലെ ഈ പറയുന്ന ഓരോ വിഷയം നിങ്ങൾ എടുത്തു നോക്കുക, ഇസ്ലാം എന്താണെന്ന് പോലും അറിയില്ല. തക്കിയ എന്ന് പറയുന്ന സാധനം മൂപ്പര് കേട്ടിട്ടും കൂടിയില്ല. ഇനി പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് അറിയുമെന്ന് ചോദിക്കുമ്പോൾ അത് എനിക്ക് പഠിക്കേണ്ട കാര്യമില്ല എന്നാണ്. അംബേദ്കർ എന്താ മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞെന്നുള്ളത് അതും പുള്ളിക്ക് അറിയേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് അംബേദ്കർ പറയുന്നുണ്ട്. അതായത് ഈ പറയുന്ന രീതിയിൽ ഈ രാജ്യ താല്പര്യങ്ങളും അതുപോലെ ഒരു മതവും മുന്നിൽ വന്നു കഴിയുമ്പോൾ മുസ്ലിങ്ങൾ മതമാണ് എടുക്കുക എന്ന് പച്ചയ്ക്ക് പറയുന്ന ഒരു ഭാഗം തന്നെയുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്? കാരണം ഇതായിരുന്നു ഒരു കാലഘട്ടത്തിൽ നമ്മളിവിടെ കണ്ടത്. ഇനി പോപ്പുലർ ഫ്രണ്ടുകാർ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? അവർ കൃത്യമായിട്ട് എഴുതി വെക്കുകയാണ്. അതായത് ഈ ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കണം. അതിനെന്ത് വേണം? അതിന് അവർ ഉപയോഗിക്കുന്നത് എന്താണ്? ഉപയോഗിക്കുന്നത് ഈ പറയുന്ന സാധനങ്ങളാണ്. ഇതിപ്പോൾ അത് സൂം ചെയ്യാൻ വലിയ പാടാണ്. ഏതായാലും സൂം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ഏതായാലും ഇത് ഇഷ്ടംപോലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ മിഷൻ 2047 ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പോയിരുന്ന് കാണാം. അതിൽ കൃത്യമായിട്ട് അവർ എഴുതി വെക്കുകയാണ്. അതായത് ഇവിടുത്തെ SC ST OBC വിഭാഗങ്ങളെ കൂടെ നിർത്തുക, മുസ്ലിങ്ങളിൽ വെട്ട ഒരു വലിയ വിഭാഗത്തെ കൂടെ നിർത്തുക, അതുകൂടാതെ ഇവിടെയുള്ള ഈ നാഷണൽ ആന്തം, കൊടി, പിന്നെ അംബേദ്കർ, ഇതിനെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മൾ ഒരു തക്കിയയിലൂടെ ഈ പറയുന്ന ഭരണം പിടിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൊണ്ടെത്തിച്ച് അട്ടിമറിയിലൂടെ ഇവിടെ ഭരണം പിടിക്കുക. എന്നിട്ട് അത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് കത്തിച്ചിട്ട് അവിടെ ശരിയായ ഭരണം കയറ്റി വെക്കണം. ഇതാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഡോക്യുമെൻറ്റിൽ അവർ എഴുതി വെച്ചിരിക്കുന്നത്. ഈ സാധനം ഇവിടെ ഉണ്ട്. ഇനി ഈ RSS അല്ലെങ്കിൽ BJP ഇവിടെ ഭരിക്കുന്നു. എത്ര വർഷമായി ഇവിടെ ഭരിക്കുന്നു? എന്താ ഇവർ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് കത്തിച്ച് കളയാത്തത്? എന്തുകൊണ്ടാണ് ഇവിടെ മുസ്ലിങ്ങളാരെ ഓടിക്കാത്തത്? എന്നാൽ ഈ പറയുന്ന രീതിയിൽ ഈ 15 വർഷം ഇവർ ഇവിടെ ഭരിച്ചതുപോലെ അതിന് പകരം ഇവിടെ ഒരു പോപ്പുലർ ഫ്രണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന SDPI ആയിരുന്നു ഭരിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? അത് സംഭവിക്കുക എന്താണെന്നാണ് ഇവരിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് അവരത് നടപ്പിലാക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അത് വെറുതെ അല്ല. കാരണം ഇവർ മുന്നേ എവിടെയെല്ലാം ചെയ്തിട്ടുണ്ടോ അത് തന്നെയാണ് അവരിവിടെ ആവർത്തിക്കുന്നത്. ഇതിന് പ്രസിഡന്റ് ഉള്ളത് അതിനാണ്. അതാണ് ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രസിഡന്റ് ഉള്ള സംഗതി, പ്രസിഡന്റ് ഇല്ലാത്ത സംഗതി എടുത്തു വെച്ചിട്ട് നിങ്ങളത് രണ്ടും ഒന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ നമ്മളെ കിട്ടില്ല. നിങ്ങൾ ഈ വോക്കുകൾ അതൊക്കെ വേണമെങ്കിൽ പറഞ്ഞുകൊണ്ട് നടന്നോ, പക്ഷേ അത് നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ആത്മസുഖത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും പറയുന്നതിൻ്റെ പിന്നാലെ നമ്മൾ കൂടണം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഏതായാലും ഇതേപോലെ ഇസ്ലാം എന്താണെന്നോ അംബേദ്കർ എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞതെന്നോ എന്താണ് RSS പറഞ്ഞതെന്നോ ഇതൊന്നും അറിയാതെ വെറുതെ കടന്നിട്ട് ഈ വോക്ക് തരവുമായിട്ട് ഇവിടെ വന്ന് നിന്ന് നമ്മൾ സമയം കളയരുതെന്നേ നമുക്ക് പറയാനുള്ളൂ. ശരി, ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം.
എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? യാ അല്ല ഞാൻ പുള്ളി കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ സ്ട്രാറ്റജിയാണ്. അതായത് നമ്മൾ ഈ പശുവിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ടല്ലോ, പശുവിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, പക്ഷെ നമുക്ക് ഉത്തരം പറയണ പശുവിനെ കൊണ്ടുപോയിട്ട് തെങ്ങിൽ കെട്ടും, തെങ്ങിനെ കുറിച്ചിട്ട് പറയും, എനിക്കറിയുന്നത് അത് മാത്രമാണ്. ആ ഒരു സ്ട്രാറ്റജിയാണ് പുള്ളി എടുക്കുന്നത്. ഇപ്പോഴും പുള്ളി പേപ്പട്ടി മതം എന്നുള്ള അങ്ങനെ പറയണത് ശരിയല്ല, അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയണതെന്ന് ചോദിച്ചു വന്ന ആള് അതിന്റെ ഉത്തരം മുഴുവൻ കേൾക്കാൻ തയ്യാറാവുകയോ ഒന്നും ചെയ്യാതെ അതിന്റെ ഉത്തരം കൃത്യമായിട്ട് പറയാൻ തുടങ്ങുമ്പോഴേക്കും ആൾക്ക് മനസ്സിലായി അത് ആള് ഉദ്ദേശിച്ചിട്ട് കൊണ്ടുവന്ന സാധനമല്ല, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തീരുമെന്ന് പറയുമ്പോൾ ആള് പിന്നെ അടുത്ത് RSSലേക്കും വീണ്ടും പഴയ പൊട്ടൻഷ്യൽ ജിഹാദിയിലേക്കും അതിൽ നിന്ന് RSSലേക്കും പോയി. അത് കഴിഞ്ഞിട്ട് അംബേദ്കറുടെ ആ ഡോക്യുമെന്റ് കൃത്യമായിട്ട്, അത് ഒരുവിധ ആൾക്കാരെല്ലാരും കണ്ടിട്ടുള്ള ഒരു അത്യാവശ്യം സോഷ്യൽ പൊളിറ്റിക്കൽ എന്തെങ്കിലും അതിലൊന്നും ഇടപെട്ട് നേതാവാകുന്ന ആൾക്കാരല്ല, അതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാള് വായിച്ചിട്ടുള്ള സാധനമാണത്. ആ സാധനം എന്താണ് അംബേദ്കർ പറഞ്ഞിരിക്കുന്നത്, അംബേദ്കറിന്റെ ഒരു ബേസിക് ആയിട്ടൊക്കെ അറിയുന്ന ആൾക്കാർ അത് വായിച്ചിട്ടുണ്ടോ? ആരായാലും അത് വായിക്കാൻ ചിലപ്പോൾ ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആളത് പറയണമായിരുന്നു, എനിക്ക് ഇംഗ്ലീഷ് വായിച്ചാൽ അർത്ഥം മനസ്സിലാവാനുള്ള അത്ര വിദ്യാഭ്യാസം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ ബുദ്ധിമുട്ടിക്കില്ല. പക്ഷെ പുള്ളി അതൊന്നും അല്ല ഇത് ഇവിടെ പുള്ളിനെ സെൽഫായിട്ട് അവതരിപ്പിക്കുന്നത് മുഴുവൻ ആ രീതിയിലുള്ള ആളല്ല. പുള്ളി എന്തോ ഒരു വലിയ സംഭവം. അത് കഴിഞ്ഞ് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്ത ഒരു സാധനം, അത് ആരിഫ് ശ്രദ്ധിച്ചോന്നറിയില്ല, ആ PD പോപ്പുലർ ഫ്രണ്ടിന്റെ ആ ഡോക്യുമെന്റ് വരുമ്പോഴേക്കും ആളെ എക്സിറ്റ് ആയി. കാരണം അത് കൃത്യമായിട്ട് അവിടെ വായിച്ച് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ഹമാസിന്റെ ചാർട്ടർ പോലെ, ഹമാസ് എന്താണ്, അല്ലെങ്കിൽ അത് ISS എന്താണ്, അവരൊക്കെ കൃത്യമായിട്ട് രേഖയിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ്. അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് അതേപോലെ എഴുതി വെച്ച ഒരു സാധനമാണ് അവിടെ പ്രദർശിപ്പിച്ചത്. അത് കണ്ടപ്പോഴേക്കും ആളങ്ങ് പോയി അതിലേക്ക്. ചർച്ച പുള്ളിയുടെ സ്ഥിരം പരിപാടിയാണ്. എന്നിട്ട് പറയുന്ന ഇത് എത്ര അഭിമാനത്തോടെ പുള്ളി പറയണത് അതെനിക്ക് അറിയില്ല. എന്നിട്ട് അത് അറിയില്ല എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ ഒരു തെറ്റല്ല, പക്ഷെ അതിൽ ആർഗ്യൂ ചെയ്യുന്നത് ഒരു വഷളത്തരമാണ്. അതാണ്. അല്ല ഇത് കഴിഞ്ഞ തവണ നമ്മള് പുള്ളിയോട് തന്നെ നേരിട്ട് പറഞ്ഞാണ് ഇസ്ലാം പോയി പഠിച്ചു. ഞാൻ വിചാരിച്ചു ഇത്തവണ ഇസ്ലാം പഠിച്ചിട്ട് പുള്ളി നമ്മളെ ശരിക്കും ഒന്ന് അടിച്ചിരുത്താൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ, തക്കി എന്താണെന്ന് അറിയില്ല, തക്കി എന്താണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് പുള്ളിക്ക് മനസ്സിലാവുന്നില്ല. അതെ, അതാണ് കാര്യം. പുള്ളി ഇതേ താഴെ വന്നിരിപ്പുണ്ട് നമ്മൾ പറയുന്നത് കേട്ടിട്ട്. ഏതായാലും നമുക്കിനി ആ സാധനം അതിന് വേണ്ടിയിട്ട് സമയം കളയാനില്ല. പൊന്ന് ജലാല് പോയിട്ട് ആദ്യം ഇസ്ലാം പഠിക്കുക. തക്കി എന്താന്ന് പഠിച്ചിട്ട് ഒരു 10 തവണ കോപ്പിറൈറ്റ് പുള്ളി എന്താ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതെങ്കിലും പഠിച്ചിട്ട് വരും, എന്നിട്ട് ആ ഇത് സംസാരിക്കും. അല്ലാതെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് ഒരു ഒഴുകുന്ന വെള്ളം പോലെ എവിടേക്കും ഇങ്ങനെ ഒഴുകിക്കൊണ്ട് പോണത് അതൊരു ശരിയായ രീതിയല്ല. അതെ, അല്ല അതാ ഞാൻ പറഞ്ഞേ, ഏറ്റവും മിനിമം ഇസ്ലാം എന്തായാലും പഠിക്കുക. നമ്മൾ പറയണത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതെന്തായാലും ഇസ്ലാം പഠിക്കണ്ടേ? അതെ, അതുപോലും പഠിക്കാതെ വന്നാൽ എങ്ങനെ ശരിയാവുക? അത് ഇപ്പോൾ 100% നമ്മൾ പഠിക്കണ പോലെ പഠിച്ചു അങ്ങനെ മാർക്ക് ഇടണമെന്നല്ല നമ്മൾ പറയണത്. ഏറ്റവും മിനിമം ഒരു കാര്യം, ഇപ്പോൾ തക്കിയൊന്നും അറിയാത്തൊരു ആള് ഈ ഇത്തരം സ്റ്റേറ്റ്മെന്റ്സ് ഇപ്പോൾ സാധാരണ ഒരു വഴി കൂടെ പോണ ഒരു മുസ്ലിമിൻ്റെ അടുത്ത് ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് തക്കി അറിയോ എന്ന് ചോദിക്കുമ്പോൾ തക്കി അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവാം. കാരണം അത് എല്ലാവർക്കും അറിയുന്ന കാര്യമൊന്നുമല്ല. പക്ഷേ ഇതൊരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിക് പൊളിറ്റിക്സ് വരുന്നിടത്താണ് ഈ തക്കിയൊക്കെ കടന്നു വരുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്ന ഒരു പൊളിറ്റിക്സ് സംസാരിക്കുമ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത് പേപ്പട്ടി മതാവുന്ന അവിടെയാണ്. അതുപോലെ ഈ മുസ്ലിമിനെ സംശയിക്കേണ്ടി വരുന്നത് അവിടെയാണ്, ഈ പറയുന്ന തക്കിയാണോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് നമ്മൾ പറയുന്നത് ഇവിടെയാണ് ഈ സാധനം. In a country which is not under Muslim rule, wherever there is a conflict between Muslim law and the law of the land, the former must prevail over the latter, and a Muslim will be justified in obeying the Muslim law and defying the law of the land. ഇതാണ് അംബേദ്കർ പറയുന്നത്. അപ്പോൾ മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഈ തരത്തിലുള്ള സംഗതികളിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് സംബന്ധിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അംബേദ്കർ. ഇത് ഒരു ധാരണ ഇപ്പം നമുക്കുണ്ടായി എന്നതിൻ്റെ പേരിൽ അംബേദ്കർ ഇത് പറഞ്ഞത് അറിയില്ലാത്തതിൻ്റെ പേരിൽ ഇതേ സാധനം RSS പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ RSSകാരൻ്റെ ആവുന്ന അവസ്ഥയാണ്. കാരണം ഈ 2 നേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ആ ഉദ്ദേശിക്കുന്ന സാധനം തന്നെ അതാണ്. അതായത് എന്താണ്, ആസ് എ പീപ്പിൾ, അത് 2 രാജ്യം എന്നുള്ള രീതിയിലല്ല, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്നുള്ള രീതിയിലാണ് ഈ പറയുന്നത്. ആ രീതിയിൽ ഈ പറയുന്ന 2 നേഷനായിട്ടാണ് ഇത് നിൽക്കുന്നത്, ഹിന്ദുസും മുസ്ലിങ്ങളും എന്ന് പറയുന്ന സംഗതി. അത് ഈ RSSൻ്റെ അവരുടെ ലിറ്ററേച്ചർ എവിടെ വായിച്ചാലും നമുക്ക് കാണുന്ന കാര്യമാണ്. പക്ഷേ അവരൊരിക്കലും തന്നെ ഈ പറയുന്ന ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ വിചാരധാരയിൽ പറഞ്ഞു എന്നാണ് പറയുന്നത്, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇവരെ മുഴുവൻ നമ്മൾ ഓടിക്കണം, ശത്രുക്കളായിട്ട് ഇന്റേണൽ എനിമീസ് എന്ന് വിളിച്ചു. ഇപ്പോൾ അവരോട് പറഞ്ഞു നോക്കിയാൽ അവരെന്താ പറയുക, ഞങ്ങളത് തള്ളി എന്ന് പറയും. അത് തള്ളി എന്ന് തന്നെയാണ് അവർ പറയുക. അത് ഇന്ന് നമ്മൾ കൊണ്ടു നടക്കുന്നില്ല, അത് അന്നത്തെ സാഹചര്യത്തിൽ പറഞ്ഞെന്നാണ് പറയുക. പക്ഷേ ഈ പറയുന്ന സാധനം ഈ ഇസ്ലാമിസ്റ്റുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കും,
ഇപ്പോഴും ഈ യൂണിഫോം സിവിൽ കോഡിനെ അവർ തടയുന്നതിൻ്റെ പേരില്ല. ഈ വഖഫിന് അവർ എന്താണ് അതിന് എതിരെ പറഞ്ഞത്? ഹിജാബിൻ്റെ വിഷയം വന്നപ്പോൾ അവരെന്താ പറഞ്ഞത്? ഏത് വിഷയം നിങ്ങൾ എടുത്ത് നോക്കിക്കോ, എന്താണ് അവരവിടെ പറഞ്ഞു വെക്കുന്നത്? ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഓരോ മുസ്ലിമും ഈ തരത്തിൽ ഇസ്ലാം പൊക്കി വെക്കേണ്ട ഒരു ഘട്ടം വന്നു കഴിയുമ്പോൾ ഈ മതത്തെ പൊക്കി വെക്കാൻ അവർ വില്ലിങ് ആവുന്നു എന്നോടത്ത് തന്നെയാണ് ഈ രാജ്യം മുന്നോട്ട് പോകാതെ നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാന പ്രശ്നമായിട്ട് വരിക. അതാണ് നമ്മൾ പറയുന്നത്. അതിന് കൂടുതൽ ധൈര്യം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള പാർട്ടികൾ, സംവിധാനങ്ങൾ, പിന്നെ ഇപ്പോൾ മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഇൻഫ്ലുവൻസ്, ഇപ്പോൾ ഹമാസ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള അവരുടെ ആ ഒരു റെസിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്ന ആ തീവ്രവാദത്തിന് പോലും ഇന്ന് ഇവിടെ ഫാൻ ബേസ് ആണ്. അപ്പോൾ അതൊക്കെ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ, അതാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ സൂക്ഷിക്കണം. അത് സമൂഹത്തിൽ മുസ്ലിങ്ങളെ ആ ഒരു റാഡിക്കലൈസ് ചെയ്യുന്ന ഒരു പണിയായിട്ടാണ് ഇത് മാറുക. അതുകൊണ്ടാണ് ഹമാസിനെ നമ്മൾ തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിക്കണം എന്ന് പോലും നമ്മൾ പറയുന്നത്. കാരണം പോപ്പുലർ ഫ്രണ്ടിനെ അത് പ്രഖ്യാപിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഗുഡ്നെസ് അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കാരണം മുസ്ലിങ്ങൾക്ക് അതൊരു റിയാലിറ്റി ചെക്കാണ്. ഓ, ഇതിങ്ങനെ അല്ലല്ലേ, ഒരു തീവ്രവാദ സംഘമാണല്ലേ, ഇനി നിയമം അനുവദിക്കാത്തതിന് പേരിലെങ്കിൽ അവരത് ചെയ്യാതിരിക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. ഇവിടെ ഓപ്പണായിട്ട് ഇത്തരം നിയമങ്ങൾക്ക് ഒരു കോൺഫ്ലിക്റ്റ് വരികയാണ്. നിങ്ങളുടെ റിലീജിയസ് നിയമം നാട്ടിലെ സെക്യുലർ നിയമം വരുമ്പോൾ അത് സെക്യുലർ നിയമമാണ് എടുക്കേണ്ടതെന്ന് ഉള്ള ആ ഒരു പൊതുധാരണ അത് എല്ലാ മതക്കാർക്കും മതഭേദമന്യേ ഉണ്ടാകുന്നു. മതമില്ലാത്തവർക്കും അത് ഉണ്ടാകുമ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും മതത്തെ പൊക്കി വെക്കുന്നതുകൊണ്ടാണ് നമ്മളതിനെ പേപ്പട്ടി മതത്വം എന്ന് വിളിക്കുന്നത്. അതാണ് ഈ പേപ്പട്ടി മതത്വം. ഇത് നമ്മൾ തിരിച്ചറിയണ്ടേ. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് നമ്മുടെ പ്രശ്നമല്ല, അത് നിങ്ങളുടെ പ്രശ്നമാണ്. നിങ്ങൾ കൂടുതൽ പഠിക്കുക, ഇസ്ലാം എന്താണെന്നെങ്കിൽ കൂടുതൽ പഠിക്കുക, തക്കി എന്താണെന്ന് കൂടുതൽ പഠിക്കുക. ഇതാണ് നമ്മൾ പറയുന്നത്. അംബേദ്കർ എന്താ പറഞ്ഞത് നിങ്ങൾ പഠിക്കുക, പുസ്തകങ്ങൾ പോയിരുന്ന് വായിക്കുക. അപ്പോൾ ജലാൽ കേൾക്കുന്നുണ്ടെങ്കിൽ ജലാലിനോടും കൂടിയാണ് ഇതൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പഠിച്ചിട്ട് വന്നിട്ട് ഇത്തരം കാര്യങ്ങൾ വെളുപ്പിക്കാൻ നിൽക്കുക. പഠിച്ചിട്ട് വിമർശിക്കൂ എന്നുള്ള കാലം കഴിഞ്ഞു. ഇനി പഠിച്ചിട്ട് വെളുപ്പിക്കൂ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ വന്ന് നിന്നിട്ട് നിങ്ങളൊരു കാര്യം ചോദിക്കുമ്പോൾ അത് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിവിടെ ഇരുന്നിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു തവണയൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ദാറ്റ്സ് നോട്ട് ഈസി. അതൊരു ടൈം വേസ്റ്റ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. സോ നിങ്ങൾക്ക് അത് പഠിക്കാനുള്ള അവസരങ്ങൾ വേറെ ഉണ്ട്, പോയിരുന്ന് വായിക്കുക. പിന്നെ ഇവിടെ ആ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഡോക്യുമെൻ്റ് വെച്ചപ്പോൾ തന്നെ പുള്ളി അത് എനിക്ക് പഠിക്കേണ്ട കാര്യമില്ല എന്നാണ്. അവിടെയാണ് എനിക്ക് ഇത് കല്ലുകടി വന്നത്. കാരണം എന്താണ്, RSSനെ കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കണം എന്ന് പറയുന്ന ആളുകൾ എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് അങ്ങനെ പഠിക്കേണ്ടതില്ല എന്ന് പറയുന്നു? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അതായത് നിങ്ങൾ RSSനെ എങ്ങനെയാണോ പഠിക്കുന്നത് അതേപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിനെ പഠിക്കൂ. ഇക്വേറ്റ് ചെയ്യുമോ അത് ഒക്കെ വേറെ വിഷയം. പക്ഷേ ഈ സാധനത്തിനെതിരായിട്ട് ഇവിടെ ഇന്ത്യയിൽ ആദ്യമായിട്ടുണ്ടായത് ഏതാ? ഇസ്ലാമിക് ഈ പറയുന്ന പൊളിറ്റിക്സ് ആണ്. അത് വെച്ചിട്ടുള്ള കുത്തിത്തിരിപ്പാണ് ഇവിടെ ഉണ്ടായത്. അതിന് ശേഷമേ ഇവിടുത്തെ ഹിന്ദുത്വം ഉണർന്നിട്ടുള്ളൂ. അത് വന്നതിന് ശേഷമേ ഇവിടെ ബാക്കിയുള്ള സാധനങ്ങൾ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് വന്നിട്ടുള്ളൂ. അത് ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ്. ഇസ്ലാമിക് പൊളിറ്റിക്സ് ആ തരത്തിലുള്ള കുത്തിത്തിരിപ്പ് തന്നെയാണ് ഈ വലതുപക്ഷ ധ്രുവീകരണത്തിന് മുന്നോടിയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഇത് ലോകത്തെല്ലായിടത്തും അതാണ്. അത് നമ്മൾ പറയും. അതിന് വേണ്ടിയിട്ടുള്ള തെളിവുകൾ നമ്മളിവിടെ സ്ഥാപിക്കും. അതിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ അത് പേപ്പട്ടി മതത്തിൻ്റെ ആ കൃത്യമായ ലക്ഷണങ്ങൾ നമ്മളിവിടെ വിളിച്ച് പറയും. അത് വെച്ചുകൊണ്ട് പേപ്പട്ടി മതത്തെ പേപ്പട്ടി മതം എന്ന് തന്നെ നമ്മളിവിടെ പറയും. അത് നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് നമ്മുടെ പ്രശ്നമല്ല. അത് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതേ നമുക്ക് അതിനകത്ത് പറയാനുള്ളൂ. അപ്പോൾ പേപ്പട്ടി മതം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എൻ്റെ പൊന്ന് ഉണ്ണാക്കന്മാരെ, ഈ വോക്ക് ഉണ്ണാക്കന്മാരെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് പേപ്പട്ടി മതം. ഓക്കെ, നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.